ഹലോ. അപ്പം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇതൊരു ചെറിയ പാചകമാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ചൂര വാങ്ങിക്കാൻ പോയില്ലേ എന്നാ, അപ്പം അത് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാം. കുറച്ചേ ഉള്ളൂ, ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് റെസിപ്പി ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതെ, നമ്മുടെ കേരച്ചൂര വാങ്ങിയത് നമ്മൾ രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി അരപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്. അതിലേക്ക് മീൻ നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 1, 2, 3 പ്രാവശ്യമായിട്ട് എടുക്കാനുള്ള ചൂരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇതിങ്ങനെ ഇരുന്ന് ഇത് വെന്ത് മാറട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേറെ പാത്രത്തിലോട്ടാക്കി. 2 പാത്രത്തിലായിട്ട് വേഗം പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം പൊരിച്ചിട്ട് ബാക്കി പണിയിലോട്ട് പോകും. അപ്പോൾ അതാ 2 പാത്രത്തിലും കിടന്ന് മീൻ നല്ലപോലെ കിടന്ന് വെന്ത് വരികയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അത് വറുത്ത് കോരി ഇങ്ങ് മാറ്റുകയാണ്. മാറ്റുകയെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. നമ്മളവിടെ മീൻ കട്ട് ചെയ്യാൻ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അച്ചാറിനാണെന്നുള്ളത്. പിന്നെ ആ മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇത് യൂട്യൂബ് നോക്കി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് ഇത്ര ഹെൽപ്പിനുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ദാണ്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്ന സമയത്ത് ഇത് വറുത്ത് കോരി ഇങ്ങ് എടുക്കുകയാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഈ അച്ചാർ എന്ന് പറയുന്ന സംഭവങ്ങൾ ചെയ്യുന്നത്. എനിക്കിതിനെക്കുറിച്ച് യാതൊരുവിധ വകുപ്പുമില്ല. കാരണം വീഡിയോസ് കാണുന്നതനുസരിച്ച് ഞാൻ വോയിസ് ഇങ്ങനെ ചെയ്തു പോകുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് താണ്ടെ വറ്റൽമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ആ അരപ്പിലോട്ട് തന്നെയാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും വിനാഗിരി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിനകത്ത് ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ആ മീൻ പൊരിച്ച എണ്ണയുണ്ടല്ലോ അതിലേക്ക് കടുകും പൊട്ടിച്ചതിന് ശേഷം ഈ അരപ്പും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളുടെ മീനും എല്ലാം കൂടെ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ എടുക്കുക. പക്ഷേ ശരിക്കും ഇതിൻ്റെ മണം അങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ മണമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ചാർ സെറ്റായി എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അതാണ്ട് ഈ അരപ്പൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം അതിലേട്ട് നമ്മളുടെ മീനും കൂടെ തട്ടി കൊടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പം നല്ല അടിപൊളി ചൂര അച്ചാർ റെഡിയായിട്ടാണ്. അപ്പം ഞാൻ ഇച്ചിരിയേ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിയാവുകയാണെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ആദ്യമായിട്ടല്ലേ ഇതിനായിട്ട് ഇങ്ങനെ പുറപ്പെടുന്നത്. ഇനി കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കാനുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ടെ അടിപൊളി ചൂര അച്ചാർ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ പറയുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു, അടിപൊളി കേട്ടോ. അപ്പം ഈസി റെസിപ്പിയാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് ഈസി റെസിപ്പി കിടപ്പുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നാളെ തണുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഈസി റെസിപ്പിയാണ് കേട്ടോ, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഓക്കെ, ബൈ.